Hi, my dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിൾസ് വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 42 വരുന്ന പ്രോബ്ലംസ് ആണ്. അതിലെ ഫസ്റ്റ് 4 പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇപ്പൊ പറയാൻ പോകുന്നത് പേജ് നമ്പർ 42 5th പ്രോബ്ലം ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Use a calculator to determine up to 2 decimal places the perimeter and the area of the circle in the picture. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, ഇതേപോലത്തെ ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ തന്നിട്ടുള്ള ഫിഗറിലെ വൃത്തത്തിന്റെ ഏരിയയും പെരിമീറ്ററും, അതായത് പരപ്പളവും ചുറ്റളവും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേറെ മെഷർമെന്റ്സ് ഒന്നും തന്നിട്ടില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആൻസറിൽ 2 ഡെസിമൽ പ്ലേസ് വരുന്ന രീതിയിൽ നമ്മൾ ആൻസർ കണ്ടെത്തിക്കോളാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഈ സർക്കിളിന്റെ ഏരിയയും പെരിമീറ്ററും ആണ് കാണേണ്ടത്. ഏരിയയും പെരിമീറ്ററും കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ് ഏരിയ കാണുന്ന ഫോർമുല? പൈ ആർ സ്ക്വയർ. സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ റേഡിയസ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അത് നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് പെരിമീറ്റർ. പെരിമീറ്റർ കാണാനുള്ള ഫോർമുല 2πr ആണെന്ന് നമുക്കറിയാം. അവിടെ അത് റേഡിയസ് ആവശ്യമാണ്. അതും അപ്പൊ നമുക്ക് ആദ്യം റേഡിയസ് കണ്ടെത്തണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്, എങ്ങനെ കാണും? ഫോർ ദാറ്റ് നമുക്ക് ആദ്യം ഈ രണ്ട് ഈ സർക്കിളുമായിട്ട് നമുക്കൊരു സർക്കിളിന്റെ ഉള്ളിൽ ഒരു സെറ്റ് സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. സർക്കിളും സെറ്റ് സ്ക്വയറും കൂടി മീറ്റ് ചെയ്യുന്ന 2 പോയിന്റ്സ് ഇവിടെ ഉണ്ട് അല്ലെ. ഈ 2 പോയിന്റിലാണ് അത് മീറ്റ് ചെയ്യുന്നത്. അതൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ജോയിൻ ചെയ്തു. ഇപ്പോ എനിക്കൊരു ട്രയാങ്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. ആ ട്രയാങ്കിളിന് എനിക്ക് പേര് കൊടുക്കാം ABC എന്ന്. ഞാൻ ഇവിടെ വെറുതെ പേര് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നോക്കിയേ, ഇതൊരു സെറ്റ് സ്ക്വയർ ആണെന്ന് അറിയാം. സെറ്റ് സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായാലും ഇത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടി ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ത് ആംഗിളുടെ ട്രയാങ്കിൾ ആണ്? റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണ്. ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ, ABC റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയുമ്പോ ഈ AB-യുടെ പ്രത്യേകത എന്തായിരിക്കും? AB എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിരിക്കും. കാരണം എന്താണ്? നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോണുകളാണ് 90 ഡിഗ്രി വരിക. അതായത് ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ആണ് 90 ഡിഗ്രി ആയിട്ട് വരിക. അപ്പോ ഇത് 90 ഡിഗ്രി ആവണമെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിരിക്കും. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഒരു സെമി സർക്കിൾ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പറയാം AB എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിരിക്കും. അപ്പൊ അതൊന്ന് എഴുതാം. ഇവിടെ ആംഗിൾ ACB ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ നമുക്ക് പറയാം AB എന്ന് പറയുന്നത് ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ. ഈ വൃത്തത്തിന്റെ വ്യാസമാണ് AB എന്ന് പറയുന്നത്. അപ്പോ ഇനി അതിന്റെ മെഷർമെന്റ് അറിയില്ല അല്ലെ. അപ്പൊ AB ഡയാമീറ്റർ ആണ്. അതിന്റെ മെഷർമെന്റ് കാണാൻ വല്ല വഴിയുണ്ടോ? ഇവിടെ സെറ്റ് സ്ക്വയർ ആണ്. ഇതിൽ കുറച്ച് പോയിന്റ്സുകൾ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലെ. അത് നോക്കുമ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് വരില്ല. അതായത് AC എന്ന് പറഞ്ഞത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ഇവിടെ നോക്കിയേ, 1 2 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. ACയുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അതേപോലെ BC എത്രയായിരിക്കും? 1 2 3 4 5 6 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടി ACയും BCയും കിട്ടി. നമുക്ക് കാണേണ്ടത് AB ആണ്. അപ്പൊ എന്ത് ചെയ്യും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണിത് എന്ന് അറിയാം. നമുക്ക് 2 വശങ്ങൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ വശം കാണാൻ നമുക്കൊരു ഫോർമുല അറിയാം. എന്താ? പൈതഗോറസ് തിയറം നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം ബൈ പൈതഗോറസ് തിയറം എന്ത് പറയാം? AB ഈക്വൽ ടു, നമുക്ക് എന്താ ഫോർമുല? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. എന്താണ്? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. അപ്പൊ നമുക്ക് അതിൽ നിന്നും AB സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് എഴുതാം. AC എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ 3 സ്ക്വയർ പ്ലസ് BC എത്രയാണ്? 6 സ്ക്വയർ. അപ്പൊ 9 പ്ലസ് 36 ഈക്വൽ ടു 45 എന്ന് കിട്ടി. 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്?
45ന്റെ റൂട്ട് ഇവിടെ 45 എന്ന് പറയുമ്പോൾ എ ബി സ്ക്വയർ ആണ് 45. അപ്പൊ നമുക്ക് എ ബി കാണണം. എ ബി ഈക്വൽ ടു √45. √45 എത്രയാണ്? 3√5 ആണ് അല്ലേ? അറിയാലോ എങ്ങനെയാണ് √45 നമുക്ക് എങ്ങനെ എഴുതാം? √9 × 5 എന്ന് എഴുതാൻ പറ്റും അല്ലെ? 9×5 ആണ് 45. അപ്പൊ √9 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പൊ ബാക്കി റൂട്ടിന്റെ ഉള്ളിൽ 5 മാത്രം. അങ്ങനെയാണ് 3√5 വന്നിട്ടുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് എ ബി 3√5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി കഴിഞ്ഞു. എ ബി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കാണാമല്ലോ. റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു എന്താണ്? ഇതിന്റെ പകുതിയായിരിക്കും. ഡയാമീറ്ററിന്റെ പകുതിയാണ് എപ്പോഴും റേഡിയസ് വരിക. അപ്പൊ നമുക്ക് കിട്ടി ഡയാമീറ്റർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 3√5 ഡിവൈഡഡ് ബൈ 2 ആണെന്ന് കിട്ടി. ഇത്രയും സെന്റിമീറ്റർ ആണ് റേഡിയസ് വരിക. നമുക്ക് റേഡിയസ് കിട്ടി. ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓരോന്ന് കാണാലോ. നമ്മുടെ ആദ്യം നമുക്ക് ഏരിയ കണ്ടെത്തി നോക്കാം. ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഈക്വൽ ടു പൈ ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ് ഇൻറ്റു ആർ. ആർ എത്രയാണ്? 3√5 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലെ? അതിന്റെ സ്ക്വയർ ഈക്വൽ ടു 3.14 ഇൻറ്റു 3 സ്ക്വയർ 9. √5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4. അപ്പൊ നമുക്ക് കിട്ടി 45 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.14 അല്ലെ? 3.14 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 4 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളൊരു കാൽക്കുലേറ്റർ യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 35.325 ആണ് നമുക്ക് ആൻസർ വരിക. ഇവിടെ എന്റെ ഇല്ല, അതിങ്ങനെ കുറച്ചും കൂടി സംഖ്യകളുണ്ട്. 3 ഞാൻ എടുത്ത് എഴുതി മാത്രം. 35.325 ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇതിന്റെ 2 ഡെസിമൽ പ്ലേസ് വരെയുള്ള ആൻസർ ആണ് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 2 ഡെസിമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 2 മാത്രമായിട്ട് എടുക്കാൻ നിൽക്കരുത്. മൂന്നാമത്തെ നോക്കണം. മൂന്നാമത്തെ ഒന്ന് നോക്കുമ്പോ 5 5-ലധികമാണോ എന്ന് നോക്കണം. ഇവിടെ നോക്കുമ്പോ 5 ആണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ രണ്ടാമത്തെ ഡെസിമൽ പ്ലേസിലുള്ള സംഖ്യയുടെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ എഴുതുക. അതായത് നമുക്ക് ഇവിടെ ആൻസർ വരും 35.325 എന്നുള്ളതിന് പകരം 33 എഴുതണം. കാരണം മൂന്നാമത്തെ പ്ലേസിലുള്ള സംഖ്യ 5 ആണ്. 5 5-ലധികമാണെങ്കിൽ നമ്മളുടെ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ 35.33 സെന്റിമീറ്റർ സ്ക്വയർ. ഇതല്ലേ നമ്മുടെ യൂണിറ്റ് ഏരിയയാണ്. അപ്പൊ ഇതിന് സ്ക്വയർ വേണം യൂണിറ്റ് വരാം. അപ്പൊ ഇതൊക്കെ നമ്മൾ സെന്റിമീറ്ററിലാണ് എടുത്തത്. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കാണണം? ചുറ്റളവ് പെരിമീറ്റർ കൂടെ കാണണം. പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താണ്? 2πr. ഇതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 3.14 ഇൻറ്റു ആർ. ആർ എത്രയാണ്? 3√5 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുമ്പോ 2 ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് 3.14 ഇൻറ്റു 3√5 നമ്മൾ ആൻസർ കണ്ടെത്തുമ്പോ 21.063 ആണ് ആൻസർ വരിക കേട്ടോ. 21.063. അപ്പൊ ഇതിനെ നമ്മൾ ഇതെങ്ങനെ റൗണ്ട് ചെയ്യും? ഇവിടെ മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 5-നേക്കാൾ കുറവാണ്. അപ്പൊ നമ്മള് ഈ സംഖ്യ രണ്ടാമത്തെ ഇതിന് മാറ്റൊന്നും വരുത്താതെ ഇരുന്ന് എഴുതും. അപ്പൊ 21.06 അത്രയാണ് ആൻസർ വരിക. 21.06 സെന്റിമീറ്റർ. പെരിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഞാൻ വായിക്കാം. ഇതേപോലത്തെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? The two circles in the picture cross each other at A and B. 2 സർക്കിളിൽ ഈ പിക്ചറിൽ കാണുന്ന 2 സർക്കിളും കൂടിയിട്ട് ക്രോസ് ചെയ്യുന്ന പോയിന്റ്സ്, അതായത് കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ആണ് എയും ബിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞാൽ the points P and Q are the other ends of the diameters through A. അതായത് P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും അത് എയിൽ നിന്നും വരയ്ക്കുന്ന ഡയാമീറ്റേഴ്സിന്റെ മറ്റ് അറ്റങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? AP എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ AQ എന്ന് പറയുന്നത് അത് എന്താണ്? ഡയാമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെറിയ സർക്കിളിന്റെയും ഒന്ന് വലിയ സർക്കിളിന്റെയും.
ഇനി എന്താ പറഞ്ഞത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പി ബി ക്യൂ ഈ 3 പോയിന്റ്സും ഒരൊറ്റ ലൈനിൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന്, ഒരൊറ്റ ലൈനിലത്തെ 3 പോയിന്റ്സ് ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് അത് ചെയ്ത് നോക്കാം. പി ബി ക്യൂ ആണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് വെറുതെ പി ബിയും ജോയിൻ ചെയ്തു, ബി ക്യൂവിനെയും ജോയിൻ ചെയ്തു വെറുതെ. അപ്പോൾ അതേപോലെ ജോയിൻ, അപ്പൊ നമ്മൾ എഴുതും ജോയിൻ പി ബി ബി ക്യൂ. അതുപോലെ ഈ ലൈനും കൂടെ എയിൽ നിന്നും ബിയിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കണം, എയിൽ നിന്നും ബിയിലേക്ക്. അപ്പൊ പി ബി ബി ക്യൂ ആൻഡ് എ ബി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ പറയാൻ പറ്റും, ആംഗിൾ എ ബി പി എന്ന് പറയുന്നത്. ആംഗിൾ എ ബി പി അതിന്റെ പ്രത്യേകത എന്താണ്? ആംഗിൾ എ ബി പി എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇത് എ പി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ ബി പി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് എ ക്യൂ എന്ന് പറയുന്ന ഒരു ഡയാമീറ്റർ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ എ ബി ക്യൂ എന്ന് പറയുന്നത് അതും അതെ 90 ഡിഗ്രി ആയിരിക്കും. കാരണം എ ക്യൂ എന്ന് പറയുന്നത് വലിയ സർക്കിളിന്റെ ഡയാമീറ്റർ ആണ്. അപ്പൊ അത് വെച്ചിട്ട് വരുന്ന ആംഗിൾ ആണ്. അതിന്റെ 2 അറ്റങ്ങള് വൃത്തത്തിലെ വേറൊരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് കിട്ടുന്ന ആംഗിൾ ആണ് ഇത് എ ബി ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ ആംഗിൾ എ ബി പിയും ആംഗിൾ എ ബി ക്യൂവും 90 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ആംഗിൾ എ ബി പിയും ആംഗിൾ എ ബി ക്യൂവും ലീനിയർ പെയേഴ്സ് ആണെന്ന് പറഞ്ഞൂടെ? കാരണം എന്താണ്? രണ്ടിന്റെ സം എത്രയാണ്? 180 കിട്ടി. ഒരെണ്ണം 90 ആണ്, മറ്റത് 90 ആണ്. അപ്പൊ 90 + 90 180 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ എ ബി പി ആൻഡ് ആംഗിൾ എ ബി ക്യൂ ആർ ലീനിയർ പെയേഴ്സ് എന്ന് പറയാൻ പറ്റും. രേഖീയ ജോഡികളാണെന്ന് പറയാനായിട്ട് പറ്റും. ലീനിയർ പെയേഴ്സ് മനസ്സിലായല്ലോ. ഇവിടുത്തെ 2 ആംഗിളിന്റെ അത് സമ്മ് 180 ആണ് കിട്ടുന്നത്. ഈ 2 ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആണ് കിട്ടുന്നത്. അപ്പൊ അതായത് ഇത് മൊത്തം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്നാണ് കിട്ടിയത്. ഇത് മൊത്തം 180 എന്ന് പറയുമ്പോ ഇത് ലീനിയർ പെയേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ലീനിയർ പെയേഴ്സ് ആണെന്ന് പറയുമ്പോൾ മറ്റൊരു അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും പി എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും ആർ പോയിന്റ്സ് ഓൺ ദ ലൈൻ, ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള 3 പോയിന്റ്സ് ആണ് ഈ പിയും ബിയും ക്യൂവും എന്ന് പറയാനായിട്ട് പറ്റും. അതല്ലേ നമ്മളോട് തെളിയിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത്രയും ചോദിച്ചിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം, അതിൽ നിന്നുള്ള സെക്കൻഡ് പ്രോബ്ലം ആണ്. അതിലെന്താ പറയുന്നത്? prove that PQ is parallel to the line joining the centers of the circles and is twice as long as this line. എന്താ പറയുന്നത്? PQ is parallel to the line joining the centers of the circle. PQ എന്ന് പറഞ്ഞ ഈ ലൈന് ഈ സർക്കിളിലെ സെന്റർ നമുക്ക് അടയാളപ്പെടുത്താം. ഇത് രണ്ടും സെന്റർ എങ്കിൽ ഈ സെന്റർ ജോയിൻ ചെയ്യുന്ന ലൈന് അതിനോട് പാരലൽ ആയിരിക്കുന്നത്. സർക്കിളിന്റെ സെന്റർ ജോയിൻ ചെയ്ത് ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ആ ലൈനിനോട് പാരലൽ ആയിരിക്കും പി ക്യൂ എന്നാണ് തെളിയിക്കാനായിട്ടുള്ളത്. നമുക്ക് വെറുതെ ഈ സെന്റേഴ്സിന് പേരൊന്ന് കൊടുക്കാം. എ ബി സി ഡി എന്ന് ഞാൻ പേര് കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കാനുള്ളത് പി ക്യൂ എന്ന് പറയുന്നത് സി ഡിക്ക് പാരലൽ ആയിട്ട്, പി ക്യൂവും സി ഡിയും പാരലൽ ലൈൻസ് ആണെന്ന് തെളിയിക്കണം. അതിന്റെ ഒപ്പം തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ twice as PQ is twice as long as this line. അതായത് ഈ സി ഡിയുടെ പി ക്യൂ എന്ന് കൂടെ തെളിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെങ്ങനെ തെളിയിക്കും? സെക്കൻഡ് സബ്ഡിവിഷൻ ആണ് പറയുന്നത്. അപ്പോ നമുക്ക് തെളിയിക്കേണ്ടത് പി ക്യൂ പാരലൽ ടു സി ഡി എന്ന് തെളിയിക്കണം. അതേപോലെ പി ക്യൂ എന്ന് പറയുന്നത്
സി ഡിയുടെ ഡബിൾ ആണ്, അല്ലെങ്കിൽ 2 ഇൻറ്റു സി ഡി അങ്ങനെ എന്തെങ്കിലുമാണ് തെളിയിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ പി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. കൺസിഡർ ദ ട്രയാങ്കിൾ എ പി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്നത് എന്താണ്? എ പിയുടെ മിഡിലിൽ എടുക്കുന്ന പോയിന്റ് ആണ്, മിഡ് പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ, മധ്യബിന്ദുവാണ്. കാരണം എന്താണ്? എ പി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്, സി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്? സി എന്ന് പറയുന്നത് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ്, സി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഇതിന്റെ ഓഫ് ദ സൈഡ്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ, എ പി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എ പി എന്ന് പറഞ്ഞ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് സി എന്ന് പറയുന്നത് അല്ലെ, മിഡ് പോയിന്റ് ഓഫ് എ പി. അതേപോലെ ഡി എന്ന് പറഞ്ഞ പോയിന്റോ എ ക്യൂവിന്റെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞൂടെ. നമുക്ക് എഴുതാം ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഏതിന്റെ? മിഡ് പോയിന്റ് ഓഫ് എ ക്യൂ എന്നും പറയാനായിട്ട് പറ്റും. എ ക്യൂ എന്ന് പറഞ്ഞ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ഡി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇത് എ പി ക്യൂ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. അതിന്റെ മിഡ് പോയിന്റ്, രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് സി ഡി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന, രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈന് മൂന്നാമത്തെ സൈഡിനോട് പാരലൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ സൈഡിന്റെ പകുതി ആയിരിക്കും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും സി ഡി എന്ന് പറയുന്നത് ഈസ് പാരലൽ ടു പി ക്യു ആണെന്ന് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ പറയാൻ പറ്റും സി ഡി എന്ന് പറയുന്നത് ഈസ് ഹാഫ് ഓഫ് പി ക്യു എന്നും പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ റീസൺ ഇവിടെ എഴുതാം. നിങ്ങൾക്ക് എന്ത് എഴുതാം? ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു, നിങ്ങൾ എഴുതുക ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഈസ് ഹാഫ് ഓഫ് ദാറ്റ് തേർഡ് സൈഡ് എന്ന് റീസൺ എഴുതി വെക്കുക കേട്ടാ. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും. അത് ആ റീസൺ എഴുതിയതിനു ശേഷം എഴുതുക നമുക്ക് therefore സി ഡി ഈസ് പാരലൽ ടു പി ക്യു എന്ന് എഴുതുക ആൻഡ് സി ഡി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് പി ക്യു എന്ന് എഴുതാൻ പറ്റും. ഹാഫ് ഓഫ് പി ക്യു എന്ന് പറയുന്നതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും 2 ഇൻറ്റു സി ഡി. പി ക്യു ഈക്വൽ ടു നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ആ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പി ക്യു ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ. അപ്പൊ ആ രീതി തന്നെ എഴുതി വെക്കാം. നമുക്ക് ഇതിനെ 2നെ പുറത്തേക്ക് കൊണ്ടുവന്ന് 2 ഇൻറ്റു സി ഡി ഈക്വൽ ടു പി ക്യു എന്ന് എഴുതാൻ പറ്റും. therefore സി ഡി ഈസ് പാരലൽ ടു പി ക്യു ആൻഡ് 2 ഇൻറ്റു സി ഡി ഈക്വൽ ടു പി ക്യു. ഇവിടെ നമ്മൾ ആ റീസൺ എഴുതി വെക്കണം കേട്ടോ. എന്താണ് എഴുതേണ്ടത്? ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദിസ് two sides of a triangle is parallel to other side of this triangle and is half of that side. Okay, മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, prove that the two circles drawn on the two sides of an isosceles triangle as diameters pass through the midpoint of the third side. എന്താ പറയുന്നത്? നമ്മളോട് ഇന്ന് പ്രൂവ് ചെയ്യണം. എന്ത് പ്രൂവ് ചെയ്യണം? തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളൊരു ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചു. ഐസോസിലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമപാർശ്വ ത്രികോണം. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം വരച്ച് അതിന്റെ തുല്യമായ വശങ്ങളിലെ ഡയാമീറ്റർ ആക്കിയിട്ട് നമ്മൾ ഓരോ വൃത്തങ്ങൾ വരച്ചാൽ, അപ്പൊ 2 വൃത്തങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ആ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമല്ലാത്ത വശം അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നാണ് തെളിയിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഈ 2 വശങ്ങൾ തുല്യമാണ്. അപ്പോ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ തുല്യമായ വശങ്ങള് ഡയാമീറ്റർ ആക്കിയിട്ട് നമ്മളൊരു സർക്കിൾ തെളിയിക്കാനുള്ളത് ഈ 2 തുല്യമായ വശങ്ങളെ ഡയാമീറ്റർ ആക്കിയിട്ട് ഞാൻ ഇവിടെയും ഒരു സർക്കിൾ വരച്ചു, ഇവിടെയും ഒരു സർക്കിൾ വരച്ചാല് ആ 2 സർക്കിൾസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈനിനെ, ക്യു ആർ എന്ന് പറഞ്ഞ ഈ ലൈനിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ചെയ്യും? അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. താഴോട്ട് എതിർവശത്തേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു പിയിൽ നിന്നും ക്യു ആറിലേക്ക്. അങ്ങനെയെങ്കിൽ ഈ ക്യു ആറുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന
കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെ ഞാൻ എസ് എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ PSQ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അതേപോലെ PSR എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. നമ്മൾ ആദ്യം തന്നെ എഴുതും ലെറ്റ് PS ഈസ് പെർപെൻഡിക്കുലർ ടു QR. അങ്ങനെയാണ് നമ്മൾ വരച്ചത്. PS എന്ന് പറയുന്നത് QR പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, നമുക്കറിയാം ഏതൊരു ഐസോസിലസ് ട്രയാങ്കിളിന്റെയും തുല്യമായ വശങ്ങൾ കൂടിച്ചേരുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളൊരു ലംബം, ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് ആ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ PS എന്ന് പറയുന്നത് QR വരച്ച ഒരു ലംബാണ് അല്ലെ, ഒരു പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും QS എന്ന് പറയുന്നത് ഈക്വൽ ടു SR ആയിരിക്കും. കാരണം ട്രയാങ്കിൾ QR എന്ന് പറയുന്നത് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. അതിന്റെ ഒപ്പം തന്നെ എഴുതുക ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ഒപ്പം തന്നെ എഴുതുക ഫോർ ഐസോസിലസ് ട്രയാങ്കിൾ നമ്മൾ എഴുതണം ഫോർ ഐസോസിലസ് ട്രയാങ്കിൾ the perpendicular from the vertex joining two equal sides bisect the opposite sides എന്ന് കൂടി റീസൺ എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടി PQS is equal to SR. therefore S is the midpoint of എന്തിന്റെ മിഡ് പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും? QR-ന്റെ മിഡ് പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് എഴുതി, അത്രയും എഴുതി. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ PQ-നെ ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഒരു വൃത്തം വരച്ച് അതേപോലെ തന്നെ PR-നെ ഡയാമീറ്റർ ആയിട്ട് ഒരു വൃത്തം കൂടി വരച്ചാൽ ഈ രണ്ട് വൃത്തങ്ങളും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ QR-ന്റെ മിഡ് പോയിന്റ് ആയിരിക്കും നാം തെളിയിക്കേണ്ടത്. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് എക്സിലാണെന്ന് തെളിയിച്ചാലും മതിയില്ലേ? ഈ രണ്ട് സർക്കിൾസും കൂടിയിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് എക്സിലാണെന്ന് തെളിയിച്ചാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ മിഡ് പോയിന്റിലാണത് കൂട്ടിമുട്ടുക എന്ന് പറയാൻ പറ്റും. അതല്ലേ തെളിയിക്കാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊരു ഒരു സർക്കിൾ വരച്ച് നോക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എസ് എന്ന് പറഞ്ഞ പോയിന്റ് ആ സർക്കിളിന്റെ എവിടെ എടുക്കും? അതായത് നമ്മൾ ഈ PQ-നെ ഡയാമീറ്റർ ആക്കിയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എസ് എന്ന പോയിന്റ് ആ സർക്കിളിന്റെ എവിടെയായിരിക്കും കിടക്കുക? നമുക്കറിയാം PSQ എന്ന് പറഞ്ഞ ആംഗിൾ PSQ എന്ന് പറയുന്നത് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എഴുതാം എസ് ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് PQS ഡയാമീറ്റർ. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങള് നോട്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാരണം എന്താണ്? ഇവിടെ നമുക്ക് PQ എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഡയാമീറ്റർ ആയിട്ടുള്ള ഒരു വൃത്തമാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അല്ലെ. PQ എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്. ഇവിടെ ഓൾറെഡി PSR എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി ആണെന്നും അറിയാം. അപ്പോൾ നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോണാണ് മട്ടമായിട്ട് വരുള്ളൂ. ആംഗിൾസിന് സെമി സർക്കിളാണ് 90 ഡിഗ്രി വരുള്ളൂ. അപ്പൊ ഇത് ഡയാമീറ്ററും ഇത് 90 ആണെന്ന് പറയുമ്പോൾ എന്തായാലും അത് ഈ പോയിന്റ് എന്ന് പറയുന്നത് ആ സർക്കിളിൽ തന്നെയുള്ള പോയിന്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എസ് ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് PQS ഡയാമീറ്റർ എന്ന് പറയാൻ പറ്റും. ഇനി അതേ കേസ് തന്നെയല്ലേ ഇപ്പത്തും വരിക? PR എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോഴും അത് നമ്മള് ഇവിടെ ആംഗിൾ PSR എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആംഗിൾ അത് 90 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത് കാരണം ഇവിടെ നിന്നുള്ള ലംബമാണല്ലോ, അപ്പൊ അത് എന്തായാലും 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ അത് എസ് എന്ന് പറഞ്ഞ പോയിന്റ് PR-നെ ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിൽ ഉള്ള ഒരു പോയിന്റ് ആണ്, സർക്കിളിൽ തന്നെയുള്ള ഒരു പോയിന്റ് ആണ് ഈ എസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അത്ര തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എസ് എന്ന് പറയുന്നത് ഓൾറെഡി മിഡ് പോയിന്റ് ആണ്, നമ്മൾ ആദ്യം പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. മിഡ് പോയിന്റ് ഓഫ് QR-ന്റെ മിഡ് പോയിന്റ് ആണ്. എന്താ കിട്ടിയത്? ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ തുല്യമായ വശങ്ങൾ തന്നെ ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഓരോ സർക്കിൾസ് വരയ്ക്കുമ്പോൾ അതിന്റെ മൂന്നാമത്തെ വശത്തിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാണ്ടിരുന്നത്. അതല്ലേ ഇപ്പൊ തെളിയിച്ചത്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പ്രൂഫ്. അടുത്ത ചോദ്യം ഒരു റോംബസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു റോംബസിന്റെ 4 വശങ്ങളെയും ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ 4 വൃത്തങ്ങൾ കിട്ടും. അതെല്ലാം കൂടി ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യും എന്നാണ് നമുക്ക് തെളിയിക്കാനായിട്ടുള്ളത്. അതായത്
നമ്മളിപ്പോ ഇവിടെ ഒരു PQRS എന്ന് പറഞ്ഞിട്ട് ഒരു റോംബസ് സമഭുജ സമാന്തരികം നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഓരോ വശങ്ങളും അത് ഡയാമീറ്റർ ആയിട്ട് വ്യാസമായിട്ട് നമ്മൾ വൃത്തങ്ങൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 4 വൃത്തങ്ങൾ ഒരൊറ്റ പോയിന്റില് കൂട്ടിമുട്ടും എന്നാണ് നമുക്ക് തെളിയിക്കാനായിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ തെളിയിക്കും? എളുപ്പമാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ ആ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഇതിന്റെ ഡയഗണൽസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് PR എന്ന് പറഞ്ഞ പോയിന്റും അതേപോലെ SQ എന്ന് പറഞ്ഞ പോയിന്റും കൂടി ജോയിൻ ചെയ്യുന്നു. PR കാണുന്നില്ലേ? ഇത് PQ സമാന്തരികത്തിന്റെ പേരാണ് കേട്ടോ, PQRS. അപ്പൊ അങ്ങനെയാണെങ്കിൽ PR എന്ന് പറയുന്നതും SQ എന്ന് പറയുന്നതും മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ T എന്ന് വിളിച്ചു. ഈ ഡയഗണൽസ് നമ്മൾ എന്തായാലും കൂട്ടിമുട്ടുമല്ലോ, അത് T എന്ന് വിളിച്ചു. ഇനി എന്താണ് വേണ്ടത്? ഈ T എന്ന് പറയുന്നത് ഇതിനെല്ലാത്തിനും അത് ഈ സർക്കിളിൽ എല്ലാത്തിലും ഉള്ള ഒരു പോയിന്റ് ആണെന്ന് എനിക്ക് തെളിയിച്ചാൽ മതി അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് PSR. അപ്പൊ ഞാനിവിടെ PR-ഉം SQ-യും ജോയിൻ ചെയ്തു, അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ T എന്ന് വിളിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ T എന്ന് പറയുന്നത് എന്തായാലും PR-ന്റെയും SQ-വിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. കാരണം എന്താണ്? നമുക്കറിയാം ഒരു റോംബസിന്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ T എന്ന് പറയുന്നത് PR-ന്റെ മിഡ് പോയിന്റ് ആയിരിക്കും, അതേപോലെ SQ-ന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ പറയാൻ പറ്റും ഈ ആംഗിള്, അതായത് PTS എന്ന് പറഞ്ഞ ആംഗിള്, PTS എന്ന് പറഞ്ഞ ഈ ആംഗിളും PTR എന്ന് പറഞ്ഞ ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും അതായത് QTR എന്ന് പറഞ്ഞിട്ടുള്ള ഈ 4 ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഇതന്നെയാണ് കാരണം. എന്താണ്? നമ്മുടെ സമഭുജ സമാന്തരികത്തിന്റെ ഡയഗണൽസ് വികരണങ്ങൾ പരസ്പരം എന്താ ചെയ്യുന്നത്? സമഭാഗം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 4 അത് 90 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ PR-ന്റെ മിഡ് പോയിന്റ് ആയിരിക്കും T എന്ന് പറയുന്നത്, SQ-ന്റെ മിഡ് പോയിന്റ് ആയിരിക്കും T എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ എഴുതിയത്. T is the midpoint of PR and SQ. Angle PTS, angle STR, angle PTQ, angle QTR, ഈ 4 എണ്ണയുടെ 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഈ ട്രയാങ്കിളില് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് PSR എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. PSR എന്ന് പറയുമ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഇത് റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡുകളും ഈക്വലും ആയിരിക്കും, പാരലലും ആയിരിക്കും. അതിൽ ഈക്വൽ എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇവിടെ PS എന്ന് പറയുന്നത് ഈക്വൽ ടു SR എന്ന് പറഞ്ഞൂടെ? റോംബസിന്റെ സൈഡുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ PS is equal to SR sides of rhombus. അപ്പൊ നമുക്ക് പറയാൻ പറ്റും റോംബസിന്റെ ഈ 2 സൈഡും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ PSR എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയി? 2 വശങ്ങൾ ഈക്വൽ ആയി. അപ്പൊ അത് ഐസോസിലസ് ട്രയാങ്കിൾ ആയി, സമപാർശ്വ ത്രികോണമായി. അപ്പൊ PSR എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ആ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ പ്രൊസീജിയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്നും കിട്ടി. ഇതിന്റെ തുല്യമായ വശങ്ങൾ കൂടിച്ചേരുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ലൈൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടി ആംഗിൾ PTS എന്ന് പറഞ്ഞ ആംഗിളും STR എന്ന് പറയുന്നത് ഓൾറെഡി 90 നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ആ 2 കണ്ടീഷനും ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് അല്ലെ? ഏതൊക്കെ 2 കണ്ടീഷൻ? നമുക്ക് ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്നും കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആംഗിളും 90 ഡിഗ്രി ആണെന്നും പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഒരു സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് PS-ന്റെ ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഒരു സർക്കിളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ T എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയായിരിക്കും കിടക്കുക? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തില്ലേ? അതേപോലെ തന്നെ. അപ്പോ ഇവിടെ PS എന്ന് പറയുന്നതിന്റെ ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ T എന്ന് പറഞ്ഞ പോയിന്റ് ആ സർക്കിളിൽ തന്നെയുള്ള പോയിന്റ് ആവില്ലേ? കാരണം എന്താ? ആംഗിൾ STP അല്ലെങ്കിൽ PTS എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ എന്തായാലും പി എസ് എന്ന് പറയുന്നത് ഡയാമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും പി എന്ന് മനസ്സിലായി. അതാണ് ഞാനിവിടെ എഴുതിയത്. പി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് പി എസ് ആസ് ഡയാമീറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എഴുതില്ലേ അത് തന്നെ. അപ്പൊ നമുക്ക് ഇത് അത് ഓക്കെ ആയി. ഇനി അതേപോലെ തന്നെയല്ലേ ഇവിടെ ആംഗിൾ എസ് ടി ആർ എന്ന് പറഞ്ഞ ആംഗിളും 90 ഡിഗ്രി ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലെ. അത് 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ എസ് ആർ എന്ന് പറയുന്നതിന്റെ ഡയാമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഉള്ള ഒരു പോയിന്റ് തന്നെയായിരിക്കില്ലേ ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ടി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് എസ് ആർ എസ് ഡയാമീറ്റർ. എസ് ആർ ഡയാമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചാലും അതിലുള്ള പോയിന്റ് തന്നെയായിരിക്കും ടി എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് കണ്ടീഷനും ഓക്കെ ആയിട്ടുണ്ട് അല്ലെ. അതായത് ടി എന്ന് പറഞ്ഞ പോയിന്റ് പി എസ് ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിലും അതേപോലെ എസ് ആർ ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിലും ഉള്ള ഒരു പോയിന്റ് ആണെന്ന് മനസ്സിലായി. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതെന്ത് ട്രയാങ്കിൾ ആണ്? അതെന്ന് പറയുന്നത് പി പറഞ്ഞതുപോലെ തന്നെ അതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം എന്താണ്? റോംബസിന്റെ സൈഡുകളാണ് പി ക്യു എന്ന് പറയുന്നത് ക്യു ആർ എന്ന് പറയുന്നത്. അവ തുല്യമായിരിക്കും. അപ്പൊ എന്തായാലും രണ്ട് സൈഡ് തുല്യമായി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അതേ പ്രൊസീജിയറിലൂടെ തന്നെ പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ പി ടി ക്യു എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ഓൾറെഡി നമ്മൾ എഴുതി വെച്ച കാര്യമാണ്. പി ടി ക്യു എന്ന് പറഞ്ഞ ആംഗിളും ക്യു ടി ആർ എന്ന് പറഞ്ഞ ആംഗിളും ഓൾറെഡി 90 ഡിഗ്രി ആണ്. പി ടി ക്യു എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ പി ക്യു എന്ന് പറയുന്ന സൈഡിനെ ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഒരു വൃത്തം വരച്ചാൽ ടി എന്ന് പറഞ്ഞ പോയിന്റ് ഇപ്പൊ വരച്ച ആ വൃത്തത്തിൽ ഉള്ള ഒരു പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ടി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് പി ക്യു ആസ് ഡയാമീറ്റർ എന്ന് പറയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. എന്താണ്? ഇവിടെ ആംഗിൾ ക്യു ടി ആർ എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ക്യു ആർ ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റ് എന്താണ് ടി എന്ന് പറഞ്ഞ പോയിന്റ് അത് ആ സർക്കിളിൽ ഉള്ള ഒരു പോയിന്റ് ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ടി ഈസ് എ പോയിന്റ് ഓൺ എ സർക്കിൾ വിത്ത് ക്യു ആർ എസ് ഡയാമീറ്റർ. നമുക്ക് ഇപ്പൊ എന്തൊക്കെ കിട്ടി? പി എന്ന് പറയുന്നത് പി എസ് ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിലുള്ള പോയിന്റ് ആണ്. അതേപോലെ എസ് ആർ ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിലുള്ള പോയിന്റ് ആണ്. പി ക്യു ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിലുള്ള പോയിന്റ് ആണ്. അതേപോലെ ക്യു ആർ ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിലുള്ള പോയിന്റ് ആണ്. ഈ 4 സർക്കിളിലുള്ള ഒരു കോമൺ പോയിന്റ് ആണ് ടി എന്ന് മനസ്സിലായി. അപ്പൊ അതിൽ നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നത് എന്താണ്? ഈ 4 സൈഡുകളും അതെ ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഓരോ സർക്കിൾസ് വരച്ചാൽ അതെല്ലാം കൂടി ഒരൊറ്റ പോയിന്റ് മീറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പ്രൂവ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. സമീപവശങ്ങൾ തുല്യമായിട്ടുള്ള ഏതൊരു ചതുർഭുജത്തിന് ഇത് ശരിയാണെന്ന് തെളിയിക്കാൻ. അതായത് അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന സൈഡുകൾ രണ്ടും തുല്യമായിട്ടുള്ള ഏതൊരു ക്വാഡ്രിലാറ്ററലിനും അത് ഇത് ശരിയാണെന്ന് നമ്മൾ ഇതേപോലെ ഓരോ സൈഡും അത് ഡയാമീറ്റർ ആയിട്ട് ഓരോ വൃത്തങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൂടിയിട്ട് ഒരൊറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ തെളിയിക്കും? ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തില്ലേ, ഇതൊന്നും കൂടെ എളുപ്പം വേണമെന്ന് പറയാം. എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് എസ് ക്യു എന്ന് പറഞ്ഞ പോയിന്റിനെ ജോയിൻ ചെയ്യാം. അതേപോലെ അപ്പൊ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ ഞാൻ കാണിച്ചു തരാം. എസ് ക്യു എന്ന് പറഞ്ഞ പോയിന്റ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. പി ക്യു ആർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. സോറി, പി ക്യു എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. അപ്പൊ സമീപവശങ്ങൾ തുല്യാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 2 സൈഡുകൾ തുല്യാണ്, അതേപോലെ ഈ 2 സൈഡുകളും തുല്യാണ്. നമ്മൾ ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. പി എസ് ക്യു എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ 2 വശങ്ങൾ തുല്യം എന്ന് പറയുമ്പോൾ അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയി മാറും. നമുക്ക് എഴുതാം ട്രയാങ്കിൾ പി ക്യു എസ് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഇത് ആദ്യം ഇതിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ നിന്നും നമ്മളൊരു എന്താ പറയാ ഒരു ബൈസെക്ടർ വരയ്ക്കുകയാണ്. അതായത് തുല്യമായ വശങ്ങൾ കൂടിച്ചേരുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ അത് ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐസോസിലസ് ട്രയാങ്കിൾസിന്റെ പ്രത്യേകതയാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ
ചെയ്തത് തന്നെയാണ്. ആ മെത്തേഡ് തന്നെയാണ് ഇവിടെ അത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ടി എന്ന് വിളിക്കുകയാണെങ്കിൽ ടി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എസ് ക്യു. എസ് ക്യുവിന്റെ മിഡ് പോയിന്റ് ആണ് ഈ ടി എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വരച്ചുള്ളത്. അപ്പൊ എന്തായാലും ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. അതും എഴുതുക. എന്നിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ പറയാം, ഇത് 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോ എന്തായാലും ആംഗിൾ അതായത് പി എസ് എന്ന് പറയുന്നതിന് ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചാല് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ ടി എന്ന് പറഞ്ഞ പോയിന്റ് ഈ സർക്കിളിൽ ഉള്ള ഒരു പോയിന്റ് ആയിരിക്കും. അത് എഴുതണം. അതോടൊപ്പം തന്നെ എഴുതാൻ പറ്റും ഈ ആംഗിളും 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും പി ക്യൂവിന്റെ ഡയാമീറ്റർ ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചാല് ആംഗിൾ പി ടി ക്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയതുകൊണ്ട് ടി എന്ന് പറഞ്ഞ പോയിന്റ് ഈ സർക്കിളിലും ഉള്ള പോയിന്റ് ആയിരിക്കും. അപ്പൊ അത് എഴുതുക. ടി ഈസ് എ പോയിന്റ് ഓൺ എ സർക്കിൾ വിത്ത് പി എസ് ആസ് ഡയാമീറ്റർ. ടി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് പി ക്യൂ ആസ് ഡയാമീറ്റർ. അതും എഴുതാം. ഇനി എന്ത് ചെയ്യാം, അതേപോലെ തന്നെ നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അതായത് ട്രയാങ്കിൾ എസ് ആർ ക്യൂ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എസ് ആർ ക്യൂ അല്ലെങ്കിൽ പി ആർ ക്യൂ അല്ല കേട്ടോ, എസ് ആർ ക്യൂ ആണ്. എസ് ആർ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ അത് രണ്ട് സൈഡുകൾ തുല്യമായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. സമീപവശങ്ങൾ തുല്യമായിട്ടുള്ള ക്വാഡ്രിലാറ്ററലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം എസ് ആർ ഇസ് ഈക്വൽ ടു ആർ ക്യൂ ആണ്. അപ്പൊ അതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റും. അത് എഴുതണം. ഇനി എന്ത് ചെയ്യാം, ഈ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ആർ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ താഴോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ എന്തായാലും അതും അത് ഈ എസ് ക്യൂ എന്ന് പറഞ്ഞ സൈഡിനെ ബൈസെക്ട് ചെയ്യും എന്ന് നമുക്കറിയാം അല്ലെ. അത് ബൈസെക്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട് എസ് ക്യൂ എന്ന് പറയുന്നതിനെ തുല്യമായിട്ട് ഭാഗിച്ച കിട്ടുന്ന മിഡ് പോയിന്റിനെ നമ്മൾ ടി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ അത് ഒരൊറ്റ മിഡ് പോയിന്റ് അല്ലേ ഉണ്ടാവുള്ളൂ. ഇതിന് രണ്ടിനും പൊതുവായിട്ടുള്ള വശമാണ് എസ് ക്യൂ. അതിന് രണ്ടും പൊതുവായിട്ട് ഒരൊറ്റ മിഡ് പോയിന്റ് എസ് ക്യൂ എന്ന് പറഞ്ഞ സൈഡിന് ഒരൊറ്റ മിഡ് പോയിന്റ് അല്ലേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം ഈ ആറിൽ നിന്ന് വരുന്ന പെർപെൻഡിക്കുലർ ഈ എസ് ക്യൂവിന്റെ മിഡ് പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണത്. അപ്പൊ എന്തായാലും അത് ടിയിൽ മീറ്റ് ചെയ്യുമെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്താൽ മതി, ടി എന്ന് പറഞ്ഞ പോയിന്റ് ഈ രണ്ട് സർക്കിളും കൂടി ഉള്ള പോയിന്റ് ആണെന്ന് തെളിയിച്ചാൽ മതി. എളുപ്പം തന്നെയല്ലേ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എന്തായാലും ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോ ക്യു ആർ ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിൽ ഉള്ള ഒരു പോയിന്റ് ആയിരിക്കും ടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ആംഗിൾ അതായത് എസ് ടി ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എസ് ആർ എന്ന് പറയുന്നതിന് ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളിന്റെ ഉള്ള ഒരു പോയിന്റ് ആയിരിക്കും ടി എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ എഴുതുന്നത് രണ്ടും 90 ഡിഗ്രി ആണ്. അങ്ങനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് എസ് ആർ ആസ് ഡയാമീറ്റർ ആൻഡ് ടി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് എസ് ക്യൂ ആസ് ഡയാമീറ്റർ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിന്റെ ബാക്കി പ്രോബ്ലംസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പ്രോബ്ലംസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ.